2.5 ഡാൻസർ എത്തി. ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് എനിക്ക് എന്താ അതാണ് എന്റെ സംശയം. കാരണം വീട്ടുകാരും ചോദിക്കുന്നതാണ് മാസു എവിടെ പോകുന്നത്. അപ്പൊ ഈ പറഞ്ഞ ആള് എവിടെ പോകുന്നില്ലേ? അല്ല, ഞാൻ കുറച്ച് നീളത്തിലാ പോകുന്നത്. ഒറ്റ പോക്കെ ഞാൻ പോയി ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വരും. അതാണ് കുഴപ്പം. ഇടയ്ക്കിടയ്ക്ക് എവിടെയാണ് പോകുന്നതുള്ള എന്റെ ഡാൻസ് കണ്ടില്ല. ഇല്ല, തമിഴില് കാണാൻ പറ്റിയില്ല. അതെ 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 അതെ, അങ്ങനെ ഒരു ഭാഗ്യം മധുരുണ്ടായി. അതെ, അത് തന്നെ കാണാൻ ഞാൻ കേട്ടോ, പിന്നീട് വരുമ്പോ കാണാം. ഓക്കെ, ഏത് പാട്ടിനാ ഡാൻസ് ചെയ്തേ? പൊളിച്ചു കേട്ടോ. ആണല്ലേ? പറയാൻ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു ഐറ്റം ചെയ്യുമെന്ന്. ഓ, അത് ശരി, അടിപൊളിയായിരുന്നു. ഇന്ന് ഡാൻസ് ഉണ്ടോ? ഞങ്ങൾ മിസ് ചെയ്ത ഡാൻസ് ഒക്കെ ഒന്ന് കാണാൻ പറ്റുമോ? ഇന്നത്തെ പാട്ടില്ല. ഇന്നത്തെ പാട്ട് പേരറിയാം മകയിരം നാളറിയാം. അതിൽ ഡാൻസ് കളിക്കാൻ സ്കോപ്പ് ഉണ്ടോ? ഉണ്ടല്ലേ? ഇല്ല, എവിടാ പേരറിയാ മകയിരം നാളറി അങ്ങനെ പതുക്കെ അങ്ങനെ പറയാൻ പറ്റില്ല. ഇതിലൊക്കെ ചിലപ്പോ കമിഴ്ന്ന് വേറെ ലെവലിലേക്കൊക്കെ കളിക്കും. ചിലപ്പോ ബിജിക്ക് ആയിരിക്കും, അല്ലെ ബിജിയുടെ ഇടയിലായിരിക്കും അല്ലെ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗാനമേളയ്ക്ക് വിദേശ രാജ്യത്ത് ഞാൻ പോയപ്പോഴത്തേക്ക് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും നല്ല ഫോമിലായി. അന്ന് കണ്ണീർ പൂവൊക്കെ ഇറങ്ങിയ സമയമാണ്. അപ്പൊ ഒരു ചേട്ടൻ, എനിക്ക് പരിചയമുള്ളൊരു ചേട്ടനാണ്, കയറി സ്റ്റേജിൽ വന്നിട്ട് പറഞ്ഞു ഒരു അടിപൊളി പാട്ട് പാടും. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇനി അടുത്ത പാടാൻ പോണ കണ്ണീർ പൂവിന്റെ പാട്ടാണെന്ന്. കണ്ണീർ പൂവിന്റെ പാടിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു നീ എന്ത് ചെയ്യും, പുള്ളി എന്ത് ചെയ്യും അറിയണമല്ലോ. അപ്പൊ ഞാൻ കണ്ണീർ പൂ, പുള്ളി അവിടെ നിന്നുണ്ട് ഏത് പാട്ടായാലും അതായത് ഇനി ഏത് പാട്ടാണേലും ഡാൻസ് ചെയ്യുന്നു. അന്ന് എനിക്ക് മനസ്സിലായി ഇതിന്റെ ഒരു ഗുഡൻസ്. ഏതിനും ഡാൻസ് ചെയ്യാം. മധു ഒരു പാട്ട് പറഞ്ഞു, കിലുകിൽ പമ്പരം കിലുകിൽ പമ്പരം മാനസം അറിയാതമ്പിളി. അതെ അതെ, സാധാരണ ഇത് രണ്ടെണ്ണം അടിച്ചിട്ട് ആദ്യമായിട്ട് പച്ചക്കറാള്. അതെ, പച്ചയ്ക്ക് ആദ്യമായിട്ടാ കാണണേ. പഴുത്തട്ട കാണാറുണ്ട്. പ്രശ്നം ആരാ എഴുതിയത്? വെരി ഗുഡ്. പിന്നെ മ്യൂസിക് രവീന്ദ്രൻ മാസ്റ്റർ, ഇയർ 2001. പിന്നെ പാടിയത് സുജാത ആന്റി, ഫിലിം സൂത്രധാരൻ. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? പാടി തുടങ്ങാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. ഡാൻസ് കാണാൻ കൊതിയാവുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.
ഇതിനകത്ത് ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ലായിരുന്നു. നമ്മുടെ രാകേഷ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇതാണ് ദേവദുന്ദുഭി ധ്യാനമുണരും പുലർക്കാലം. ദേവദുന്ദുഭി ധ്യാനമുണരും പുലർക്കാലം. ഓങ്കാരം പാടുന്നു ചെല്ലക്കാറ്റ്, സംഗീതം മൂടുന്നു ഇല്ലിക്കാട്. ഹൃദയതാളമൊരു ലയവിലാസമായി സരിമ സരിമ പരിമ പദമ പദ സരിമ നിരിസ ദസ ദസ പരിമ സരിമ. സമയാനിക്ക് തകു മാട്ടലാടനെ, സമയാനിക്ക് തകു മാട്ടലാടനെ സമയാ. ഈ പാട്ട് ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഓ ചേട്ടാ എനിക്കിപ്പോ കേട്ടപ്പോഴ് സത്യം പറഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് ഞാൻ പിന്നെ പാടാത്തെന്ന് ആലോചിക്കും. പാട്ടാ ഇത് ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ഒരു ഇൻട്രോ സോങ് ആയിട്ട് ഫസ്റ്റ് സോങ് ആയിട്ട് ചെയ്യാൻ പറ്റിയ പാട്ടാ. സ്റ്റീഫന്റെ ഇതിലാണെന്നുണ്ടെങ്കിൽ അടിപൊളി. ഈ സാധനം കൊടുക്കാം. സോ മോളെ, എന്ത്? ടുഡേ വി ആർ ഗിവിംഗ് യു 97 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ആദ്യ ഒരു രമേശൻ നായർ പൂക്കുറ്റി.